Good morning, students. Today we are going to study about circulatory system. നമ്മുടെ ബോഡിയിലുള്ള കോടാനുകോടി സെൽസ് ഈ സെൽസിന് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു കൊടുക്കുന്നതും ആ സെൽസിൽ നിന്ന് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്നതിലും എല്ലാം സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫങ്ഷൻ is supply of nutrients and oxygen to the cells. Next, removal of excretory product from the cells. അത് കഴിഞ്ഞ് തെർമോ റെഗുലേഷൻ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലെസ് ഗ്ലാൻഡ്സ് ആണ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് എത്തിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ദെൻ ഡിഫെൻസ്, നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും മൈക്രോബ്സ്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, വൈറസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കടന്നാൽ അതിനെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയെ രക്ഷിക്കുന്നതിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഒരു വലിയ പങ്കുണ്ട്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ആസിഡ് ബേസ് ബാലൻസ്, ബ്ലഡ് ക്ലോട്ടിംഗ്, ഇതൊക്കെയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ്. ഇനി സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ആൻഡ് ദിസ് ബ്ലഡ് സർക്കുലേറ്റ് ത്രൂ ദി നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് സർക്കുലേറ്റിംഗ് കനാൽസ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഏതിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലോസ്ഡ് ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ ലോവർ animals, blood is a watery fluid, but in higher animals including mammals, blood is a viscous fluid. In man, it is slightly alkaline with pH 7.4. നമ്മുടെ ബ്ലഡ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. pH എന്ന് പറയുന്നത് 7.4 ആണ്. ഇനി ബ്ലഡിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ട്. ബ്ലഡിന്റെ ഫ്ലൂയിഡ് പോർഷനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് സെല്ലുലാർ എലിമെന്റ്സ് ഇൻ ദ ബ്ലഡ് ആർ നോൺ as formed elements or corpuscles. അപ്പോൾ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പോർഷനെ പ്ലാസ്മ എന്ന് പറയുന്നു. സെല്ലുലാർ എലിമെന്റ്സ് ഓഫ് ബ്ലഡ് it is known as formed elements or corpuscles. പാക്ഡ് സെൽ വോളിയം അഥവാ PCV. എന്താണ് പാക്ഡ് സെൽ വോളിയം? അതായത് നമ്മുടെ ബ്ലഡ് എടുത്ത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിനെ നമുക്ക് പല കമ്പോണൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ ആ സെൻട്രിഫ്യൂജ് ട്യൂബിൽ ഏറ്റവും ബോട്ടത്തിലായിട്ട് നമുക്ക് എർത്രോസൈറ്റ് സെഡിമെന്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അതിന് മുകളിലായിട്ട് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പോർഷനായ പ്ലാസ്മ കിട്ടും. ഈ പ്ലാസ്മയ്ക്കും എർത്രോസൈറ്റ്സിനും ഇടയ്ക്കായിട്ട് ഒരു തിൻ ലെയർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഈ തിൻ ലെയറിലാണ് ലൂക്കോസൈറ്റ്സും ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പല പല കമ്പോണൻസ് ആയിട്ട് തിരിച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഈ റിലേറ്റീവ് വോളിയം ഓഫ് ഫോംഡ് എലിമെന്റ്സിനെയാണ് നമ്മൾ പാക്ഡ് സെൽ വോളിയം അഥവാ PCV എന്ന് പറയുന്നത്. നോർമൽ ഹിമറ്റോക്രിറ്റ് അഥവാ പാക്ഡ് സെൽ വോളിയം ഇൻ മാൻ ഈസ് 45% ആൻഡ് ഇൻ വുമൺ ഇറ്റ് ഈസ് 42%. നെക്സ്റ്റ് ഈസ് പ്ലാസ്മ. ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ബ്ലഡ് ആണ് നമ്മൾ പ്ലാസ്മ എന്ന് പറഞ്ഞത്. ബ്ലഡിന്റെ 55% ഓഫ് ബ്ലഡ് ഇസ് പ്ലാസ്മ. And this plasma is pale yellowish fluid. 90 to 92% of plasma is water, and this water serves as a solvent. Remaining portion consists of dissolved materials. These dissolved materials include organic and inorganic substances. Now let's see what are the organic materials in plasma. Plasma കാണുന്ന organic materials ആണ് plasma proteins. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ആൻഡ് ലിപ്പോപ്രോട്ടീൻസ്. ദീസ് ആർ ദി പ്ലാസ്മ പ്രോട്ടീൻസ്. ആൽബുമിൻ, ഗ്ലോബുലിൻസ്, ഫൈബ്രിനോജൻ ആൻഡ് ലിപ്പോപ്രോട്ടീൻസ്. ആൽബുമിൻ ഇറ്റ് ഈസ് മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി ലിവർ. ഗ്ലോബുലിൻസ് വീണ്ടും 3 തരമായിട്ട് തിരിക്കുന്നുണ്ട്. ആൽഫ ഗ്ലോബുലിൻസ്, ബീറ്റ ഗ്ലോബുലിൻസ് ആൻഡ് ഗാമ ഗ്ലോബുലിൻസ്. They are involved in varied functions including immune response. So globulins 3 തരമുണ്ട്. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻസ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. Then fibrinogen, they are involved in blood clotting.
Lipoprotein, they act as carrier for number of substances such as fat, fat-soluble vitamins, hormones, etc. In addition to this, plasma proteins also regulate pH of blood and osmotic pressure of blood. Next, non-protein organic components, which comes to about 0.2 to 0.3%. എന്തൊക്കെയാണ് പ്ലാസ്മയിൽ കാണുന്ന നോൺ പ്രോട്ടീൻ ഓർഗാനിക് കമ്പോണൻസ്? ഹോർമോൺസ്, വൈറ്റമിൻസ്, എൻസൈംസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, നൈട്രോജീനസ് വേസ്റ്റ്, ഇതൊക്കെയാണ് നോൺ പ്രോട്ടീൻ ഓർഗാനിക് കമ്പോണൻസ്. നെക്സ്റ്റ്, ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ പ്ലാസ്മ. ഏതൊക്കെയാണ് പ്ലാസ്മയിലുള്ള ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ്? ദേ ആർ സോൾട്ട് ഓഫ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. ഇതിൽ തന്നെ സോഡിയം സോൾട്ട് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇൻ ദ ഫോം ഓഫ് സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഫോസ്ഫേറ്റ്, എക്സെട്ര. നെക്സ്റ്റ് ഈസ് ഫോംഡ് എലിമെന്റ്സ്. സെല്ലുലാർ എലിമെന്റ്സ് സസ്പെൻഡഡ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ, അതാണ് ഫോംഡ് എലിമെന്റ്സ്. ഇവ ഏതൊക്കെയാണ്? എർത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ്. അപ്പോൾ ബ്ലഡിൽ കാണുന്ന ഫോംഡ് എലിമെന്റ്സ് ഏതൊക്കെയാണ്? എർത്രോസൈറ്റ്സ് അഥവാ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ലൂക്കോസൈറ്റ് അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ത്രോംബോസൈറ്റ്സ് അഥവാ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. All cellular elements are short-lived and are replaced by freshly formed ones continuously. Erythrocytes അഥവാ റെഡ് ബ്ലഡ് കോർപ്പസൽസ്. In all vertebrates except mammals, erythrocytes are nucleated. മാമൽസിൽ ഒഴിച്ച് ബാക്കി എല്ലാ വെർട്ടിബ്രേറ്റ്സിലും എർത്രോസൈറ്റ്സ് ന്യൂക്ലിയേറ്റഡ് ആണ്. പക്ഷേ ക്യാമൽ, ലെമ എന്നീ മാമൽസിൽ എർത്രോസൈറ്റ്സ് ന്യൂക്ലിയേറ്റഡ് ആണ്. ബാക്കി എല്ലാ മാമൽസിലും എർത്രോസൈറ്റ്സ് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. Average size of erythrocyte is 7 to 8 microns in diameter. And plasma membrane of the erythrocyte contains specific protein, that is antigens, that determine the type of blood. ഈ ആന്റിജൻസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡിനെ എ ഗ്രൂപ്പ് ആണോ ബി ഗ്രൂപ്പ് ആണോ എന്നൊക്കെ തരംതിരിക്കുന്നത്. ദെൻ RBCs contain hemoglobin. നമ്മുടെ RBCയിൽ ഉള്ള പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ആൻഡ് ഹീമോഗ്ലോബിൻ is present in the intervening spaces of spongy protoplasmic matrix called stroma. Formation of erythrocytes is known as erythropoiesis. In adult, erythrocytes are formed from bone marrow. എന്നാൽ എംബ്രിയോയിൽ എർത്രോസൈറ്റ് ഫോം ചെയ്യുന്നത് ആദ്യഘട്ടങ്ങളിൽ ഗാൽ ബ്ലാഡറിൽ നിന്നും തുടർന്ന് ലിവറിലും പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ബോൺ മാരോയിൽ നിന്നും എർത്രോസൈറ്റ്സ് ഫോം ചെയ്യും. ഇൻ വുമൺ ആവറേജ് നമ്പർ ഓഫ് എർത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോർമൽ എർത്രോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 4 to 5 millions per cubic millimeter of blood ആണ്. In man, it is about 5 to 6 million per cubic millimeter of blood. Womanle normal erythrocyte count എന്ന് പറയുന്നത് 4 to 5 million per cubic millimeter blood. In man, it is 5 to 6 million per cubic millimeter of blood. If the number of erythrocytes in the blood is higher, this condition is known as polycythemia. If the number of erythrocytes in the blood is less, this condition is known as anemia. Average lifespan of erythrocyte is 120 days. 120 days ആണ് എർത്രോസൈറ്റിന്റെ ലൈഫ് സ്പാൻ. Old and worn out erythrocytes are destroyed in the spleen. Next is leukocytes അഥവാ white blood corpuscles. In normal individual, the leukocyte count ranges from 4,500 to 11,000 per cubic millimeter of blood. ഈ leukocyte count പല സിറ്റുവേഷനിൽ വേരി ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ leukocyte count വേരി ചെയ്യും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ വേരി ചെയ്യും. നമ്മൾ ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ leukocyte count വേരി ചെയ്യും. പക്ഷെ നോർമൽ leukocyte count എന്ന് പറയുന്നത് 4,500 to 11,000 per cubic millimeter of blood ആണ്. These are colorless since there is no pigment. രണ്ട് ടൈപ്പ് leukocytes ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സ് അഥവാ പോളിമോർഫോന്യൂക്ലിയർ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് leukocytes ആണുള്ളത്. ഒന്ന് ഗ്രാനുലോസൈറ്റ്, രണ്ടാമത്തത് അഗ്രാനുലോസൈറ്റ്സ്. പോളിമോർഫോന്യൂക്ലിയർ ഗ്രാനുലോസൈറ്റ്സ് അഥവാ ഗ്രാനുലോസൈറ്റ്സ് ഈ leukocyteന്റെ
സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ നിറച്ച് നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് കാണാൻ സാധിക്കും. ഇതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൾട്ടി ലോബ്ഡ് ആണ്. മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആണ് ഈ ഗ്രാനുലോസൈറ്റ്സ് കാണുന്നത്. ഇതിന്റെ സൈറ്റോപ്ലാസത്തിൽ നിറച്ച് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. ദീസ് ആർ ഫോംഡ് ഫ്രം ബോൺ മാരോ. ഇവ ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. ഇനി ഏതൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സ്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ ആർ ഗ്രാനുലോസൈറ്റ്സ്. Neutrophil. They are large cells ranging from 12 to 15 microns in diameter. Nucleus is multilobed. Cells are capable of engulfing foreign cells, toxins and viruses. Neutrophil, they are most numerous. Neutrophils are വളരെ കൂടുതലായിട്ട് കാണപ്പെടും. ഏകദേശം 50 to 70% of all leukocytes ന്യൂട്രോഫിൽ ആയിരിക്കും. 50 to 70% ഓഫ് ലൂക്കോസൈറ്റും ഏതായിരിക്കും? ന്യൂട്രോഫിൽ ആയിരിക്കും. ഈ കൗണ്ടിൽ നിന്ന് കൂടുകയാണെങ്കിൽ, ഇഫ് ദ കൗണ്ട് ഈസ് ഹൈ, this may be due to acute infections such as appendicitis, smallpox, rheumatic fever, etc. If the count is low, it may be due to viral infections such as influenza, hepatitis, etc. Next is eosinophil. ഈസ്നോഫിലിന്റെ സൈസ് എന്ന് പറയുന്നത് 10 to 15 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ ആണ്. ന്യൂക്ലിയസ് ഇസ് മൾട്ടിലോബ്ഡ്. സൈറ്റോപ്ലാസത്തിൽ നിറച്ച് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് കാണാൻ സാധിക്കും. അത് ന്യൂട്രോഫിലിന്റെ സൈറ്റോപ്ലാസത്തിൽ നമുക്ക് നിറച്ച് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് കാണാൻ സാധിക്കും. ദീസ് ഈസ്നോഫിൽസ് ആർ വീക്ക് ഫാഗോസൈറ്റ്സ്. എണ്ണത്തിൽ ഇവ കുറവാണ്. ഇറ്റ് കംസ് ടു അബൌട്ട് 5% ഓഫ് ലൂക്കോസൈറ്റ്സ്. ഇഫ് ദി നമ്പർ ഓഫ് ഈസ്നോഫിൽ ഇൻക്രീസസ്, ഈ കണ്ടീഷനെയാണ് നമ്മൾ ഈസ്നോഫീലിയ എന്ന് പറയുന്നത്. ദിസ് മേ ബി ഡ്യൂ ടു പാരസിറ്റിക് ഡിസീസ്, ഡ്രഗ് അലർജി, ഹേ ഫീവർ, എക്സെട്ര. ഇഫ് ദി നമ്പർ ഓഫ് ഈസ്നോഫിൽ ഡിക്രീസസ്, ദിസ് കണ്ടീഷൻ is known as eosinopenia. This may occur when the body is severely stressed. Next is basophil. ബേസോഫിലിന്റെ സൈസ് എന്ന് പറയുന്നത് 10 to 15 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ ആണ്. സൈറ്റോപ്ലാസത്തിൽ ലാർജ് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് കാണാൻ സാധിക്കും. ഈ ഗ്രാന്യൂൾസിൽ നമുക്ക് ഹിസ്റ്റമിന്, ഹെപ്പാരിനും കാണാൻ സാധിക്കും. ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് ഒരു വാസോ ഡയലേറ്റർ ആണ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ആന്റി കൊയാഗുലന്റ് ആണ്. അപ്പോൾ ബേസോഫിലിന്റെ സൈറ്റോപ്ലാസത്തിൽ ലാർജ് മെംബ്രെയിൻ ബൗണ്ട് ഗ്രാന്യൂൾസ് ഉണ്ട്. ഈ ഗ്രാന്യൂൾസിൽ ഹിസ്റ്റമിനും ഹെപ്പാരിനും കാണാൻ സാധിക്കും. ന്യൂക്ലിയസ് ഇസ് മൾട്ടിലോബ്ഡ്. ഇതിന്റെ നമ്പർ വളരെ വളരെ കുറവാണ്. ഇറ്റ് കംസ് ടു അബൌട്ട് 1% ഓഫ് leukocytes. Increase in number of basophil is indicative of hemolytic anemia or chicken pox.